എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളികൾ മണ്ടന്മാരാണോ അതോ എല്ലാവരും ചേർന്ന് നമ്മളെ മണ്ടന്മാരാക്കുകയാണോ? അങ്ങനെ ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത്. ഒരു പന്തീരാകാവ് ഡൗറി കേസ്. അതായത് നീമ ഹരിദാസ് ആൻഡ് രാഹുൽ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ തമ്മിലുള്ള വിവാഹവും ആ വിവാഹത്തിനോടനുബന്ധിച്ച് നടന്ന അതിനുശേഷം നടന്ന കാര്യങ്ങളും, അതായത് ഡൗറിയുടെ പേരിൽ ഈ പെൺകുട്ടിയെ മുഖത്തടിക്കുകയും ബെൽറ്റ് കൊണ്ട് മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വളരെ ഭയങ്കരമായിട്ട് മീഡിയയും എല്ലാവരും സോഷ്യൽ മീഡിയയൊക്കെ എടുത്തങ്ങ് ഒത്തിരി ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വേണ്ട ആ പെൺകുട്ടി വീണ്ടും വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നു. അതായത് ഈ പെൺകുട്ടി പറഞ്ഞതെല്ലാം നുണയായിരുന്നു. അതായത് നിങ്ങളെയും മലയാളികളായ നിങ്ങളെയും പോലീസിനെയും നിയമത്തെയും സകലരെയും ഞാൻ വിഡ്ഢികളാക്കിയിരിക്കുകയാണ്. ഞാനതൊക്കെ പറഞ്ഞത് നുണയായിരുന്നു. എനിക്ക് ആരും ഒന്നും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു ഒരു വാവ കളിക്കുന്നത് പോലെ കളിച്ചതാണ്, അതായത് അല്ലെങ്കിൽ ഒരു പാവ കളിക്കുന്നത് പോലെ കളിച്ചതാണ് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറക്കുവാനിടയായി. അപ്പം ഇതിനകത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയെ അടിച്ചോ അടിച്ചില്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പെൺകുട്ടിയുടെ മുഖത്തെ പാടുകളും ബെൽറ്റ് കൊണ്ട് മുറുക്കിയതിൻ്റെ ഒക്കെ മീഡിയയും ഒക്കെ ഈ പെൺകുട്ടി കാണിച്ചത് നമ്മൾ കണ്ടതുമാണ്. പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടി ആദ്യം പരാതിയുമായിട്ട് ചെന്നപ്പോൾ ആ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ SHO AS സരിൻ എന്ന് പറയണം, അദ്ദേഹം ഈ കേസ് എടുക്കുവാൻ തയ്യാറായില്ല. അപ്പം നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴത്തെ ഈ സംഭവമായിട്ട് ഈ പെൺകുട്ടിയുടെ വീഡിയോയുമായിട്ട് കൂട്ടി വായിച്ചു കഴിയുമ്പോൾ ഇപ്പം ഇത് സംഭവിക്കുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം അത് മുൻകൂട്ടി കണ്ടിരുന്നിരിക്കണം. എല്ലാ പോലീസുകാരും നല്ലവരൊന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഒരു 50% നല്ലവരുണ്ട്, 50% പക്ക ക്രിമിനൽസാണ്. അത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പറവൂർ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ വധക്കേസുമായിട്ട് നമ്മൾ കേട്ടതാണ്. അതിനെ ആൾ മാറിക്കൊണ്ടുപോയി തല്ലിക്കൊന്ന ചരിത്രമൊക്കെ നമ്മൾ കേട്ടതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബട്ട് എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവർ വന്നപ്പോഴേ ഒന്നെങ്കിൽ ഇദ്ദേഹത്തിന് കുടുംബവും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ടും ഒരു കുടുംബം പെട്ടെന്ന് അങ്ങ് എടുത്തു ചാടി തകർക്കണ്ട, ഇത് ഇച്ചിരി പക്വതയോടെ കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് കൈകാര്യം ചെയ്ത് വിട്ടതാകാം, ഉപദേശിച്ച് വിട്ടതാകാം. അതല്ല എങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഈ പെൺകുട്ടി ഇറക്കും. അതായത് ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്ന ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് ഇത് എന്ന് മനസ്സിലായത് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹം അത് ഒഴിവാക്കി വിട്ടതുമായിരിക്കാം. എനിവേ, എന്തായാലും ഇവർ മീഡിയയെ കാണുന്നു, ഒത്തിരി പബ്ലിസിറ്റി കൊടുക്കുന്നു, ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയാണ്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നു. വീട്ടുകാർ അന്ന് കൂടെ നിന്നത് ഇന്ന് അതേ വീട്ടുകാരാണ് എനിക്ക് എഗനസ്റ്റായിട്ട് നിന്നത് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി വന്നിരിക്കുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുള്ള പരാതിയും ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ച കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്കറിയാം. കാരണം ഈ പെൺകുട്ടികൾ ഒരു ഇച്ചിരി ലോലഹൃദയരാണല്ലോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളങ്ങ് ഈ പെണ്ണുങ്ങളങ്ങ് ഒരു ഇച്ചിരി അങ്ങ് ചുങ്ങിക്കൂടും. എന്ന് വെച്ചാൽ മോളെ ചക്കരെ പുന്നാരെ എന്നൊക്കെ അങ്ങ് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഫ്ലാറ്റ് എന്നല്ല, ഒരു 75% ഫ്ലാറ്റ്, 25% ബുദ്ധിയോടെ നിൽക്കും. അപ്പം ഇതും അങ്ങനെയൊക്കെ ആയിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടീനെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ അവൻ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ ഒരു വക സ്നേഹമൊക്കെ അങ്ങ് കൊടുത്തതായിരിക്കാം. അല്ലെങ്കിൽ അവൻ ഒറിജിനലായിട്ട് അവളോട് സ്നേഹം ഉണ്ടായിരിക്കാം. പക്ഷേ എത്ര സ്നേഹമുണ്ടെങ്കിലും ഇത്രയും തനിക്കെതിരെ മീഡിയയുടെ മുന്നിലൊക്കെ ഇത്രയും അപഹാസ്യനാക്കിയ ആ പെൺകുട്ടിയോട് വലിയ സ്നേഹം വരാനുള്ള ചാൻസ് ഒന്നുമില്ല. ഒരു പക്ഷേ ഇവൻ ബുദ്ധിപൂർവ്വം കളിച്ചതായിരിക്കാം. ഇവൻ അറിയാം ഇവൻ അകപ്പെട്ടിരിക്കുന്ന കെണി എത്ര വലുതാണെന്ന്. ഇവന് ജർമ്മനിയിലെങ്ങാണ്ട് ജോലിയുള്ളവനാണ്. അപ്പോൾ ഇവൻ്റെ ജോലിയെ ബാധിക്കും. ഇവന് നല്ല കേസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരാം. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പക്ഷേ ഇവൻ ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് നല്ലപോലെ സ്നേഹം അഭിനയിച്ച് ഇവളെ കൊണ്ട് വീഡിയോ അല്ല എങ്കിൽ ഈ വീഡിയോയുടെ ആവശ്യമില്ല. അത് അവർക്ക് ഒത്തുതീർപ്പാക്കി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് അല്ലെങ്കിൽ കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്ത് ഇപ്പോൾ അവർ നീങ്ങിയ വഴിക്ക് അങ്ങ് നീങ്ങിയാൽ മതി. ബട്ട് ഈ പെൺകുട്ടീനെയും കൊണ്ട് അങ്ങൊരു വീഡിയോ ഇറക്കിപ്പിച്ചിരിക്കുകയാണ്. അതിനകത്താണ് ഇതിൻ്റെ പിന്നിലുള്ള കളി നമ്മൾക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ പെൺകുട്ടി വന്ന് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ രാഹുലേട്ടൻ പാവമാണ്, എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ രാഹുലേട്ടനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലേട്ടനെ അങ്ങ് പതപ്പിക്കുവാണ്. ആ പതപ്പീര് കേൾക്കുമ്പോഴേ അറിയാം ഇതിൻ്റെ പിന്നിൽ കിടന്ന് ഇവൻ്റെയും അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടുകാരുടെ അല്ലെങ്കിൽ ഇവൻ്റെ അഭിഭാഷകരുടെ നല്ല ബുദ്ധി അതിൻ്റെ പിന്നിലുള്ളതെന്ന് ഏത് മലയാളിക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പെൺകുട്ടി അടുത്ത വീഡിയോയുമായിട്ട് ഇറങ്ങും. ഞാൻ അന്നൊക്കെ രാഹുലേട്ടൻ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത്, അതൊക്കെ സത്യമായിരുന്നു, ഇനി അടുത്ത പീഡനവും ഞാൻ സഹിക്കുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. നമ്മുടെ പുലി വരുന്നേ എന്നുള്ള കഥ പോലെ ആകാനാണ് മിക്കവാറും ഇതിനകത്തെ ചാൻസ്. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ഇപ്പോൾ ഈ ബലിയാടായിരിക്കുന്നത് ആരാണ്? ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും കൂടെ അവരെ ബലിയാടാക്കി. അപ്പോൾ അവർക്കും കൂടി ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കാമായിരുന്നു. ഒരു കുടുംബജീവിതമാണ് അവർ തുടങ്ങിയതാണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും കൂടി രണ്ട് കൂട്ടരോട് സംസാരിച്ച് നമുക്കിതൊന്ന് ഒരു സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന
കേസാണോ എന്നൊക്കെ നോക്കി ഇവർക്ക് കുറച്ച് പതുക്കെ ആകാമായിരുന്നു. അതല്ല എങ്കിൽ ഇവർക്ക് നിയമപരമായി നീങ്ങാമായിരുന്നു. പക്ഷേ ഇതിനൊക്കെ പകരം ഇവർ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയയുടെ മുൻപിൽ വന്നിട്ട് അങ്ങ് പബ്ലിക്കാക്കി കളഞ്ഞു. അപ്പോൾ മീഡിയയ്ക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടേണ്ട ചാൻസും അവരത് എടുത്തിട്ടങ്ങ് അലക്കി. എനിവേ, അപ്പം ഈ പെൺകുട്ടി ഇപ്പം വീട്ടുകാരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്. വീട്ടുകാരെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ നോക്കുമ്പോൾ ഇത്രയും ഡൗറിയൊക്കെ കൊടുത്ത് കെട്ടിച്ച് വിട്ടതാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഇത്രയും പീഡ അനുഭവിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ഏത് വീട്ടുകാരും ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ, അതിലപ്പുറമൊന്നുമില്ല. പിന്നെ കുറച്ച് വക്കീലിൻ്റെ ബുദ്ധിയും വരും, വക്കീൽ കുറച്ച് മസാലയൊക്കെ അതിനകത്ത് ചേർക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് പുരട്ടി നല്ല അവിയൽ പരുവത്തിലാക്കി കോടതിയിലോട്ട് എത്തി. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഇത് ഇങ്ങനെയും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നു എൻ്റെ വീട്ടുകാരെന്നെ കൊണ്ട് ഇതൊക്കെ നുണയാക്കി പറയിപ്പിച്ചാണ്. ഏത് അവളുടെ മുഖത്തടിച്ച പാടും പിന്നെ അവളുടെ ബെൽറ്റ് കൊണ്ട് മുറുക്കിയതൊക്കെ അവൾ നുണ പറഞ്ഞതാണെന്ന്. അതായത് നമ്മൾ കണ്ട പാടൊക്കെ നുണയാണെന്ന്, അതൊക്കെ നമ്മുടെയൊക്കെ കണ്ണിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് ചുരുക്കം എന്നൊക്കെ ഇവൾ വന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീട്ടുകാരെ പ്രതിയാക്കിയിരിക്കുകയാണ്. വീട്ടുകാർ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. പെണ്ണിനെ കാണുന്നില്ല, അവളെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരും കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. എനിവേ, ഇനിയിപ്പോൾ പോലീസ് എന്തായാലും പോലീസ് ഇതിനകത്ത് നനഞ്ഞു കുളിച്ചിറങ്ങി. അവർക്ക് ഇനിയിപ്പോൾ അവരുടെ നിയമപരമായ വഴിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവർ കേസ് പ്രൊസീഡ് ചെയ്യുന്നു. കാരണം ഇതിന് നാളെ വീണ്ടും മാറി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇവർക്കറിയാം. അത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് ഇവർ എന്തായാലും ഇത് കേസുമായിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യുന്നു. എനിവേ, ഫൈനലി ഈ പെൺകുട്ടിയുടെ വാക്കായിരിക്കും കോടതി മുഖവിലേക്ക് എടുക്കുക എന്നുള്ളത്. എനിവേ, ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ആയിരിക്കുന്ന SHO AS സരിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷം, അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണെങ്കിൽ അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷം, അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുക റെക്കോർഡിൽ വീണിരിക്കുന്ന ബ്ലാക്ക് മാർക്ക്, ഇതൊക്കെ ആര് തിരുത്തും? ഇതിനാരും പരിഹാരം കൊടുക്കും? കാരണം ഈ ഒരു പെൺകുട്ടിയും ഇതിൻ്റെ വീട്ടുകാരും ഒക്കെ കൂടെ ചേർന്ന് പക്വതയില്ലായ്മയോടെ കളിച്ച ഒരു കാര്യത്തിൽ ബലിയാടായിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ആ ജോലി കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നതെങ്കിലും ഉള്ളൊരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, ബട്ട് എന്തായാലും ബലിയാടായത് ആ മനുഷ്യനാണ്. അപ്പം ഇവർ എല്ലാവരും ഈ പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ ഞാൻ കുറേ ഇതിൻ്റെ ന്യൂസുകൾ കേട്ടു, സകലമാന ഇതിനകത്തുള്ള ന്യൂസുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. ബട്ട് ആരും ഇദ്ദേഹത്തെ വലിയ ഊന്നി പറയുന്നതൊന്നും കേട്ടിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ നഷ്ടം ആര് സഹിക്കും? ആരതിന് ഉത്തരം പറയും? കാരണം ഇദ്ദേഹം മുൻകൂട്ടി ഇത് കണ്ടിരുന്നു, ഈ വിഷയം എങ്ങനെ ആയിത്തീരുമെന്ന്. ആരും അതിന് ഉത്തരം പറയാനില്ല. അദ്ദേഹം അനുഭവിച്ചതിന് വില കൊടുക്കാനും ആരുമില്ല. അപ്പം ഇനിയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സ് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ നീതി കിട്ടേണ്ട ഏക വ്യക്തി അദ്ദേഹം മാത്രമാണ്. അല്ലേ? നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെ ആയിരിക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും വിഡ്ഢികളാകുവാൻ നമ്മുടെ ജന്മങ്ങളൊക്കെ ഇനിയും ബാക്കി എന്നാണ് ഈ കേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനിയും ഇതുപോലെ തന്നെ ഇങ്ങനെ നാടകങ്ങളുമായിട്ട് കുറേ പെൺകുട്ടികൾ ഇറങ്ങും. നമ്മളൊക്കെ അതിനും നിന്ന് കൊടുക്കുക. നമ്മൾക്കൊന്നും ഇങ്ങനെ കമൻ്റ് ഇടുക, ഇങ്ങനെ വീഡിയോ വർക്ക്, ഇതൊക്കെ തന്നെയാണല്ലോ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾക്ക് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം സ്ത്രീ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മീഡിയ അടക്കം പലരും ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. ഇനി ഒരു യഥാർത്ഥ സത്യസന്ധമായ ഒരു കേസുമായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഇറങ്ങിയാൽ അവരെ സപ്പോർട്ട് ചെയ്യാനും ആരും ഉണ്ടാകത്തില്ല. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.